ആരവല്ലി പർവ്വത നിരയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ നിറയുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ആരവല്ലി, എന്താണ് പ്രശ്നം. ആദ്യം നോക്കാം എന്താണ് ആരവല്ലി. നോക്കുക, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയിലുമായി പരന്നു കിടക്കുന്ന ഒരു പർവ്വത നിരയാണ് ആരവല്ലി എന്ന് പറയുന്നത്. നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരയാണ് ആരവല്ലി. അതുകൊണ്ട് തന്നെ ഇറോഷൻ പോലുള്ള പല നാച്ചുറൽ ആക്ടിവിറ്റീസ് കാരണം ഈ പർവ്വത നിരയുടെ പല ഭാഗങ്ങളിലും ഉയരം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിലാവട്ടെ ഉയരം കുറഞ്ഞ് ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹിമാലയം പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പർവ്വത നിരയല്ല ആരവല്ലി എന്ന് പറയുന്നത്. എങ്കിലും ആരവല്ലിയുടെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഉദാഹരണത്തിന് ആരവല്ലി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് ഏരിയ ആയാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ഹെക്ടറോളം വരുന്ന ആരവല്ലിയുടെ ഭൂപ്രദേശത്ത് ഏകദേശം 2 മില്യൺ ലിറ്റർ ജലം ഭൂഗർഭ ജലമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം ആരവല്ലിയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് രാജസ്ഥാൻ മരുഭൂമിയാണ്. ഇവിടെ നിന്നുള്ള ഡസ്റ്റ് സ്റ്റോംസ് അല്ലെങ്കിൽ പൊടിക്കാറ്റ് ഡൽഹി പോലുള്ള പ്രദേശങ്ങളിലേക്ക് എത്താതെ തടയുന്നതിലും ആരവല്ലി വളരെ വലിയ പങ്ക് വഹിക്കുന്നു. കൂടാതെ പല സംസ്ഥാനങ്ങളിലും മൺസൂൺ കാറ്റിനെ മഴയാക്കി മാറ്റുന്നതിലും ആരവല്ലിയുടെ പങ്ക് ചെറുതല്ല. പിന്നെ ബയോഡൈവേഴ്സിറ്റി പോലുള്ള പല കാര്യങ്ങളും പരിഗണിക്കുക കൂടി ചെയ്യുന്നതോടെ ആരവല്ലിയുടെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് വളരെ വലുതായി മാറും. അപ്പോൾ എന്താണ് പ്രശ്നം? ആരവല്ലിക്ക് കേന്ദ്ര സർക്കാർ നൽകിയ പുതിയ ഡെഫിനിഷനാണ് പ്രശ്നമായിട്ട് മാറിയത്. ആ ഡെഫിനിഷൻ സുപ്രീം കോടതി അംഗീകരിക്കുക കൂടി ചെയ്തതോടെ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. എന്താണ് ആ പുതിയ ഡെഫിനിഷൻ? അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ ഒരു പുതിയ ഡെഫിനിഷനിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം നോക്കുക. നമ്മൾ കണ്ടു ആരവല്ലി എന്ന് പറയുന്നത് 3 സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പല മേഖലകളിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു പർവ്വതനിരയാണ്. അതുകൊണ്ട് തന്നെ ആരവല്ലിക്ക് യൂണിഫോം ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നില്ല. പല സംസ്ഥാനങ്ങളും അവരുടെ റവന്യൂ റെക്കോർഡ്സും പല ചരിത്രപരമായിട്ടുള്ള പേരുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സയന്റിഫിക് അല്ലാത്ത രീതിയിൽ ആരവല്ലിക്ക് ഡെഫിനിഷൻ കൊടുത്തിരുന്നത്. ഇത് പല ലീഗൽ ഇഷ്യൂസിലേക്കും കോടതി വ്യവഹാരങ്ങളിലേക്കും നടന്ന അല്ലെങ്കിൽ എത്തിച്ച സാഹചര്യമുണ്ടായി. മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിക്കുന്നതിന് സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ കോടതികൾക്ക് തടസ്സമായി മാറി ഇത്തരം ഒരു സയന്റിഫിക് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഡെഫിനിഷൻ ഇല്ലാത്തത്. ഈ സാഹചര്യത്തിലാണ് ആരവല്ലിക്ക് ഒരു യൂണിഫോം ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഡെഫിനിഷൻ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡെഫിനിഷൻ പ്രകാരം ആരവല്ലി എന്ന് പറയുന്നത്? നോക്കുക, 3 മേഖലകൾ ചേരുന്നതാണ് പുതിയ ഡെഫിനിഷൻ പ്രകാരം ആരവല്ലി. അതിൽ ആദ്യത്തേത് 100 മീറ്ററോളം ഉയരമുള്ള പ്രദേശത്തെ ഭാഗങ്ങൾ. പിന്നെ രണ്ടാമതായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ സ്ലോപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ലോപ്പൊക്കെ ഉൾപ്പെടുന്ന പ്രദേശം. മൂന്നാമതായി ഇതിന് ചുറ്റുമായി നിൽക്കുന്ന നിലവിലെ സംരക്ഷിത മേഖലകൾ, അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറി, റിസർവ് ഫോറസ്റ്റ്, എക്കോ സെൻസിറ്റീവ് സോൺ പോലെ നിലവിൽ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള മേഖലകൾ. ഇത് 3 കൂടി ചേരുന്നതാണ് നിലവിലെ ഡെഫിനിഷൻ പ്രകാരം ആരവല്ലി എന്ന് പറയുന്നത്. സോ എന്താണ് പ്രതിഷേധത്തിന് കാരണം? 100 മീറ്റർ എന്ന ക്രൈറ്റീരിയയാണ് ഇവിടെ പ്രശ്നമായിട്ട് മാറുന്നത്. നമ്മൾ കണ്ടു ആരവല്ലിയുടെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും 100 മീറ്റർ അല്ലെങ്കിൽ വളരെ ഉയരം കുറഞ്ഞ നിലയിലാണ് എന്നത്. സോ 100 മീറ്റർ എന്ന ക്രൈറ്റീരിയ വെക്കുന്ന സമയത്ത് ആരവല്ലിയുടെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും നിലവിലെ ഡെഫിനിഷൻ പ്രകാരം ആരവല്ലി ഹില്ലിൽ ഉൾപ്പെടാത്ത സാഹചര്യം ഉണ്ടാവും. നോക്കുക, നിലവിൽ എൻക്രോച്ച്മെന്റ് ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള നശിപ്പിക്കപ്പെടലിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ആരവല്ലി ഭൂപ്രദേശം. സോ പുതിയ ഡെഫിനിഷൻ പ്രകാരം ആരവല്ലി ഭൂപ്രദേശത്തിന്റെ വലിയ ശതമാനവും ആരവല്ലിയുടെ ഡെഫിനിഷനിൽ, ആരവല്ലി ഹില്ലിന്റെ ഡെഫിനിഷനിൽ വരാതെ പോകുമ്പോൾ ഈ നശിപ്പിക്കപ്പെടലിന് അല്ലെങ്കിൽ ആരവല്ലിയെ കൂടുതൽ ചൂഷണം ചെയ്യുന്നതിന് അത് വഴിയൊരുക്കും. കാരണം ആരവല്ലി ഹില്ലിന് ലഭിക്കേണ്ട സംരക്ഷണം അവിടെ ബഹുഭൂരിഭാഗം പ്രദേശത്തിനും കിട്ടാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. എന്താണ് സർക്കാർ പറയുന്നത്? അതായത് പുതിയ ഡെഫിനിഷൻ പ്രകാരവും ആരവല്ലിക്കുള്ള സംരക്ഷണം കുറയില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അതായത് ആരവല്ലി ഹില്ലിന്റെ ഡെഫിനിഷൻ മാത്രമാണ് 100 മീറ്റർ എന്നത്. അതങ്ങനെ വരുന്ന സമയത്തും അതിന് ചുറ്റുമുള്ള മറ്റ് പ്രദേശങ്ങളൊക്കെ തന്നെ നിലവിലുള്ള പല പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളാലും, അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറി, റിസർവ് ഫോറസ്റ്റ്, എക്കോ സെൻസിറ്റീവ് സോൺ തുടങ്ങിയ പല സംരക്ഷിത അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളാലും സംരക്ഷിക്കപ്പെടുന്ന മേഖലകളാണ്. ഇതിനൊന്നും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ് സർക്കാർ പറയുന്നത്.